കണ്ടാല ഘാട്ട് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ടണൽ വഴി അപ്പുറത്തേക്ക് എത്തുന്നത്. ये फिनिश करके कितने साल हो गए, कितने महीने हो गए? चालू होके हाँ अभी 1 महीना हो गया. ഓക്കെ. ഒരു മാസം മുമ്പ് മാത്രമാണ് ഇത് തുറന്നത്. ഞാനിതുവരെ അറിഞ്ഞിരുന്നില്ല. അത് പണി നടക്കണമൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ കംപ്ലീറ്റ് ടണൽ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും 8 ട്രാക്ക് ഇങ്ങോട്ട് ഇവിടെ 4 അവിടെ 4. ബസ്സും കാറും മാത്രം, വേറെ വണ്ടികൾക്ക് ഇതിൽ പ്രവേശനമില്ല. മറ്റേ ട്രക്കൊക്കെ മറ്റേ വഴി കൂടെ തന്നെ പോകണം. ലോണാവാല ഘാട്ട് തുടങ്ങുന്നതിനും കട്ടി മുമ്പ് വേറെ ഡീവിയേഷൻസിൽ വേറെ റോഡിൽ കയറും. ട്രക്ക് മുഴുവൻ അപ്പുറത്തെ പഴയ റോഡിൽ കൂടെ എക്സ്പ്രസ് ഹൈവേ കൂടെ പോകും. 80 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ് ചെയ്ത്. പക്ഷെ നമ്മുടെ ഡ്രൈവർ പറപ്പിക്കേണ്ടത് 100 പറപ്പിക്കുന്നുണ്ട്. കൊക്കയുടെ മുകളിലുള്ള അഗാധമായ ഗർത്തത്തിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജാണ്. രണ്ട് സൈഡും സൂപ്പറായിട്ടുണ്ട്. ഇപ്പം ശരിക്കും നമുക്കൊരു ഇൻ്റർനാഷണൽ ഫീൽ കിട്ടുന്നുണ്ട്. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹോങ്കോങ് ചൈനയൊക്കെ പോണ സമയത്തുള്ള ഒരു റോഡിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല, വീണ്ടും കുറച്ച് പണികളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. 9 കിലോമീറ്ററിൻ്റെ 9 കിലോമീറ്ററിൻ്റെ ടണലാണത്. നമ്മളിപ്പോൾ ഏകദേശം പറയാൻ ഞാൻ എത്ര മിനിറ്റ് കൊണ്ടാണ് ഇതെടുത്തത് എങ്ങനെയാണ്. കാഴ്ചകളൊന്നുമില്ല, നമുക്ക് ടണലിനുള്ളിൽ മാത്രം. നമ്മളിപ്പോൾ യാത്ര ചെയ്യണത് മുകളിൽ മലയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത്. 9 കിലോമീറ്റർ. കണ്ടാല ഘാട്ടിലുള്ള കംപ്ലീറ്റ് ട്രാഫിക് മാറി. SOS ഉണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് സേഫ്റ്റി അപ്പുറത്തായിട്ടുള്ള ടണലായിട്ട് കണക്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ 2 ടണലും ഇൻ്റർ കണക്ട് ചെയ്യാനുള്ള കുറച്ച് പാതകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ 100 മീറ്ററോ 200 മീറ്ററിലോ ഓരോ ക്രോസിങ് വരുന്നുണ്ട്. उधर से दिया है क्या रास्ता इधर आने के लिए? वो हाँ, मतलब इमरजेंसी एग्जिट है वो. हाँ, तो लेकिन उधर से गाड़ी आता है? गाड़ी नहीं, वो दरवाजा बंद करते हैं पूरा, वो परमिशन लेके छोड़ते हैं. वो रुका होगा किस लिए, पंक्चर इंटरव्यू कुछ तो. वहाँ से नहीं आया है, यहाँ से ही गया वो रुकने के लिए. नहीं, उधर से दूसरा भी गाड़ी आ गया था. कौन सा? उसका अंदर से है. पता नहीं. इमरजेंसी एग्जिट है करके एम्बुलेंस वगैरह कुछ एक्सीडेंट वगैरह होते हैं. इसका अंदर भी एक्सीडेंट हो गया क्या? उसका अंदर भी एक्सीडेंट हो? अंदर अभी तक तो नहीं हुआ है. नहीं है उधर, नहीं वो पूरा ऑयल उधर था. नहीं हुआ है. सब इमरजेंसी एग्जिट बंद रहते हैं उधर आदमी रहते हैं.
इतना भी जगह मिल गया तो भी फिर 80 का किलोमीटर का उधर ही आकर नहीं 80 किलोमीटर इधर स्पीड है ना ऐसा है 100 उधर 80 നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ 3 മിനിറ്റായി ഇതിൻ്റെ ഉള്ളിൽ 1 കിലോമീറ്ററും കൂടി തുരങ്കത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു കണ്ടെങ്കിൽ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ മൊത്തം കവർ ചെയ്തു. വലിയ ടണൽ കേട്ടോ. മൊത്തം ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ലോണാവാല കംപ്ലീറ്റ് ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ മോളിൽ കൂടെയാണ് മറ്റേ റോഡ് വരുന്നത്. മറ്റേ റോഡ് വരുന്നത് മോളിൽ കൂടെ വരും. ആ റോഡിൽ ഒന്ന് ചേരും നമ്മൾ.